നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഇറാന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്ക് തുറന്നു തന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ തള്ളി ഇറാൻ. US നിലപാടുകൾ അപ്രായോഗികവും യുക്തിരഹിതവുമെന്ന് ഇറാൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് ഇറാൻ. കുവൈറ്റിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. വളരെ സന്തോഷം. അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. വികസന വിഷയങ്ങളിൽ സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പരസ്പരം വെല്ലുവിളിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വികസന കാര്യത്തിൽ സംവാദമാകാമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുത്തു മുഖ്യമന്ത്രി. വികസനം മാത്രമാകരുതെന്നും എല്ലാ കാര്യങ്ങൾക്കും മറുപടി ഉണ്ടാകണമെന്നും പിണറായി വിജയൻ. മുഖ്യമന്ത്രി പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്തെത്താമെന്ന് VD സതീശൻ. കൊല്ലത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ. പാർട്ടി അനുഭാവമുള്ള മാധ്യമങ്ങൾക്ക് മാത്രം മറുപടി. പ്രതിഷേധവുമായി മറ്റു മാധ്യമ പ്രവർത്തകർ. UDF ക്യാമ്പിന് ആവേശമായി രാഹുൽ ഗാന്ധി. മോദിയും പിണറായിയും കൂട്ടുകച്ചവടം നടത്തുകയാണെന്ന് പുതുപ്പള്ളിയിലെ റാലിയിൽ രാഹുൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് കർഷകർക്ക് വാഗ്ദാനം. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്നും രാഹുൽ. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം പാടി പത്തനംതിട്ടയിലെ പ്രചാരണം. സ്വർണം കട്ടു അരപ്പ. It's very interesting because from this line you can understand the truth of the election in Kerala. പ്രചാരണത്തിനായി പ്രധാനമന്ത്രി ശനിയാഴ്ച തിരുവല്ലയിൽ. ഡീൽ വിവാദം മുറുകുമ്പോഴും SDPയുടെ വോട്ട് വേണ്ടെന്ന നിലപാട് തുറന്നു പറയാതെ CPM. നേമത്ത് BJP ജയിക്കാതിരിക്കണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അത് എന്തിന് തടയണമെന്ന് MA ബേബി. ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി. SDPI വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന് തോമസ് ഐസക്. മത തീവ്രവാദത്തിന്റെ വോട്ട് വേണ്ടെന്ന് ബിനോയ് വിശ്വം. വിദേശ സഹായം സ്വീകരിക്കുന്നത് നിയന്ത്രിക്കുന്ന FCRA ബിൽ പാസാക്കിയതിൽ ക്രൈസ്തവ സഭകൾക്ക് ആശങ്ക. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ. നിയമം ബാധിക്കുക ക്രൈസ്തവരെ എന്ന് തൃശൂർ അതിരൂപത. ഭേദഗതിയിൽ നിന്നും പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. ബില്ല് പാസാക്കിയത് ഗൂഢലക്ഷ്യങ്ങളോടെയെന്ന് കോൺഗ്രസ്. FCRA ഭേദഗതി ന്യൂനപക്ഷ വേട്ടയല്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. വാർത്തകൾ വിശദമായി നോക്കാം. പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ വികസന കാര്യങ്ങളിൽ സംവാദത്തിന് തയ്യാറാണോ എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. സംവാദത്തിന് തയ്യാറാണെന്നും എന്നാൽ വികസനം മാത്രം വിഷയമാകരുതെന്നും മുഖ്യമന്ത്രി കൊല്ലത്ത് വ്യക്തമാക്കി. VD സതീശന്റെ വെല്ലുവിളിയിൽ സന്തോഷമുണ്ടെന്നും അതിന് അനുയോജ്യമായ വേദി നിയമസഭയായിരുന്നുവെന്നും എന്നാൽ സഭാതലത്തിൽ പറഞ്ഞാൽ കൃത്യമായ മറുപടി കിട്ടുമെന്ന് ഭയന്ന് പ്രതിപക്ഷം ഒളിച്ചോടുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. വളരെ സന്തോഷമല്ലേ. അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഈ ഏറ്റവും വലിയ സംവാദത്തിൻ്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കുമല്ലോ പ്രതിപക്ഷം. ഏത് പ്രതിപക്ഷമായാലും. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയില്ല. ഈ കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായത്? കഴിഞ്ഞ അസംബ്ലിയിൽ ആദ്യഘട്ടം നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. 3 ദിവസം ചർച്ചയുണ്ട്. 2 ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഒരു ദിവസം കാട്ടിക്കൂട്ടി കണക്കൊപ്പിച്ചു എന്ന് പറയുക. പിറ്റത്തെ 3 ദിവസം ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലും അവരുണ്ടായില്ല, ബഹിഷ്കരിച്ചു. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ല. ഇനി ഇത് മാത്രമല്ല, അത്തരമൊരു സഭാ സമ്മേളനമാകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവരുമല്ലോ. മന്ത്രിമാരുടെ അഴിമതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉന്നയിക്കണം. ഒന്നും ഉന്നയിച്ചില്ല, ഒന്നും ഉന്നയിക്കാനില്ല. പിന്നെ അടിയന്തര പ്രമേയം, ഒരടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല.
ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഗവൺമെൻറ്റിനെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷം തയ്യാറാവുമല്ലോ. ഏത് പ്രതിപക്ഷമായാലും അതിനവർക്ക് ഏറ്റവും പറ്റിയ മാർഗ്ഗം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല. മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് സംവാദത്തിനെത്തും. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം SDPI പിന്തുണ വേണ്ട എന്ന് പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും കൂട്ടിച്ചേർത്തു. വികസന വിഷയങ്ങളിൽ സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്തു. അദ്ദേഹം പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും ഞാൻ ആ സംവാദത്തിന് ചെല്ലാൻ തയ്യാറാണ്. പിന്നെ നിയമസഭ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. നിയമസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നന്നായി ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് അതിശക്തമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട. നിങ്ങൾ മതേതരവാദികളാണ്, നിങ്ങൾ മതേതരത്വം മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറ. പാർലമെൻറ്റ് ഇലക്ഷന് പിന്തുണ നൽകിയപ്പോൾ നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ ധൈര്യം കാട്ടിയ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ മുന്നണിയാണ് UDF. CPM SDPI ഡീൽ ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി. കൊല്ലത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ. പാർട്ടി അനുഭാവമുള്ള മാധ്യമങ്ങൾക്കും മാത്രം മറുപടി നൽകി മടങ്ങിയ മുഖ്യമന്ത്രി പിന്നീട് തിരികെ എത്തിയെങ്കിലും SDPIയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രതികരിച്ചില്ല. കൊല്ലത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായുള്ള പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. ഇടതു സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ അക്കമിട്ട് പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര സമീപനങ്ങളെയും കോൺഗ്രസ് നിലപാടുകളെയും രൂക്ഷമായി വിമർശിച്ചു. തുടർന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ. വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെല്ലുവിളിച്ചതും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകളും ചോദ്യങ്ങളായപ്പോൾ വിമർശനങ്ങളോടെ മുഖ്യമന്ത്രി അതിനൊക്കെ മറുപടി നൽകി. എന്നാൽ ഈ സമയം SDPI ഡീൽ ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും ഇനി നാളെ എന്ന മറുപടി നൽകി മുഖ്യമന്ത്രി വാർത്താസമ്മേളനം അവസാനിപ്പിച്ചു. വളരെ സന്തോഷമല്ലേ, അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. തുടർന്ന് ക്ഷുഭിതനായി തിരികെ എത്തിയ മുഖ്യമന്ത്രി CPM SDPI ഡീൽ ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രകടമായത്. ഇതേതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു, നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുകയല്ലേ. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരുമോ? അപ്പോൾ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. എല്ലാ വർഗീയ ശക്തികളെയും ഒരുപോലെ എതിർക്കുന്നുവെന്നും ഒരു വർഗീയ ശക്തിയുമായും CPMന് ബന്ധമില്ലെന്നും മുഖ്യമന്ത്രി പറയുമ്പോഴും SDPI വോട്ടിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കും വ്യക്തമായ മറുപടിയില്ല. ഇതോടെ CPM SDPI ഡീൽ എന്ന കോൺഗ്രസ് ആരോപണം വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. CPMുമായുള്ള ഡീൽ വിവാദം മുറുകുമ്പോഴും SDPI വോട്ട് വേണ്ടെന്ന നിലപാട് തുറന്നു പറയാതെ CPM. നിയമത്ത് BJP ജയിക്കാതിരിക്കണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് എന്തിന് തടയണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി ചോദിക്കുന്നു. SDPI വോട്ട് സ്വീകരിക്കാമെന്ന CPM ജനറൽ സെക്രട്ടറിയുടെ പരോക്ഷ മറുപടിയോടെ ഡീൽ വിവാദം വരും ദിവസങ്ങളിൽ UDF പ്രചരണായുധമാക്കും. ഞായറാഴ്ച തിരൂരിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെയാണ് SDPI വോട്ട് വേണ്ട എന്ന് പറയാമോ എന്ന ചോദ്യമുയർന്നത്. അതേസമയം മുഖ്യമന്ത്രി വോട്ട് വേണ്ട എന്ന് പറയാതിരുന്നതിനെ SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രിയുടെ SDPI ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയോട് ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചത്. UDF അഭ്യർത്ഥന മാനിച്ചല്ലേ കാസർഗോഡ് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതെന്ന് ഉത്തരം പറഞ്ഞ MA ബേബി SDPI വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറായതുമില്ല. കാസർഗോട്ടിലെ ഒരു മണ്ഡലത്തിലെ UDFന്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നുവെന്നാണ് SDPI പറഞ്ഞത്. അപ്പോൾ ആദ്യം UDF വിശദീകരിക്കട്ടെ. ഓരോരുത്തർ അവരുടെ സ്വന്തമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ തീരുമാനിക്കുന്നത് അവരുടെ വിഷയമാണ്. അവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നിങ്ങൾ പോയിട്ട് അവർ വോട്ട് ചെയ്യുന്നത് തടസ്സപ്പെടുത്തുമോ എന്നതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പം
അത്തരം എല്ലാ ചോദ്യത്തിനും ഞങ്ങൾ മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കരുത്. SDPI മത്സരിക്കാത്ത 103 സീറ്റുകളിൽ ആരെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കാത്ത SDPI നേമത്ത് CPM സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയെ പിന്തുണയ്ക്കുമെന്നും അറിയിച്ചു. ഇതിനെ CPM ജനറൽ സെക്രട്ടറിയും പരോക്ഷമായി സ്വാഗതം ചെയ്യുന്നു. BJPയും RSSും അവിടെ ജയിക്കാതിരിക്കണം എന്ന താല്പര്യത്തോടുകൂടി ആരെല്ലാം ശ്രമിക്കുന്നുവോ ആ ശ്രമങ്ങളെല്ലാം നേമം അസംബ്ലി മണ്ഡലത്തിന്റെ സാഹചര്യത്തിൽ സ്വാഗതാർഹമാണ്. കഴിഞ്ഞ തവണയും SDPI നേമത്ത് വി ശിവൻകുട്ടിക്കാണ് പിന്തുണ നൽകിയത്. സ്വാധീനമുള്ള പ്രതിഭാസമല്ല വെൽഫെയർ പാർട്ടിയെന്നും RSSനെയും വെൽഫെയർ പാർട്ടിയെയും സമീകരിക്കാനാവില്ലെന്നും മറ്റൊരു ചോദ്യത്തിനുത്തരമായി MA ബേബി പറഞ്ഞു. വെൽഫെയർ പാർട്ടി എന്ന് പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിലെ വലിയ സ്വാധീനവും ശക്തിയുള്ള ഒരു പ്രതിഭാസമല്ല ഈ വെൽഫെയർ പാർട്ടി. പക്ഷെ 10 മിനിറ്റ് RSSന്റെ ഫാസത്തെക്കുറിച്ച് പറയുമ്പം 10 മിനിറ്റ് തന്നെ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറയണമെന്ന് ചില കരുതുന്നുണ്ട്. അത് ശരിയല്ല. അതിനെ സമീകരിക്കാൻ ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പറയാൻ ഒരിക്കലും CPIM തയ്യാറല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളിലും UDFനെയാണ് SDPI പിന്തുണച്ചത്. അതേസമയം SDPI വോട്ട് വേണ്ടെന്ന VD സതീശന്റെ നിലപാടാണ് സംഘടനയുടെ ചുവടുമാറ്റത്തിന് പിന്നിൽ. മത്സരിക്കുന്ന 36 സീറ്റുകളിലും SDPI കത്രിക ചിഹ്നത്തിലാണെങ്കിൽ മലപ്പുറത്തെ 3 LDF സ്വതന്ത്രരുടെ ചിഹ്നവും കത്രികയാണ്. ഈ യാദൃശ്ചികതയും UDF LDFനെതിരെ പ്രചരണായുധമാക്കുന്നു. വരും ദിവസങ്ങളിൽ CPM ഡീൽ ചർച്ചയായി തന്നെ നിലനിർത്താനാകും UDF ക്യാമ്പിന്റെ ശ്രമം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ആര് വോട്ട് ചെയ്താലും ചാപ്പ കുത്തി മാറ്റി നിർത്തില്ലെന്നും SDPI വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. എല്ലാ വർഗീയ ശക്തികൾക്കും എതിരാണ് LDF. വോട്ടിനു വേണ്ടി വ്യത്യസ്ത കാഴ്ചപ്പാട് LDFനില്ല. SDPI വോട്ട് ചെയ്യുന്നത് വികസനത്തിനായിരിക്കും. വികസനത്തിനും മതനിരപേക്ഷതയ്ക്കും പിന്തുണയ്ക്കുന്ന ഏത് സംഘടനയുടെയും വോട്ട് വാങ്ങുമെന്നും തോമസ് ഐസക് പറഞ്ഞു. മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികളുമായിട്ട് അവിശുദ്ധ പരസ്യ ബന്ധത്തിലാണ്. SDPയുമായിട്ട് മഞ്ചേശ്വരത്ത് UDF ആണ് ചർച്ചയ്ക്ക് പോയത്. നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവാങ്ങണം, നിങ്ങൾ തനിച്ച് വോട്ട് പിടിക്കാൻ ഞങ്ങൾക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞ ധാരണയിൽ എത്തിയത് UDF ആണ്. ഞങ്ങൾ അതിനുള്ള ചർച്ചയ്ക്കില്ല. പക്ഷേ ഞങ്ങളുടെ നിലപാടിന് ആര് പിന്തുണച്ചാലും മതനിരപേക്ഷത, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കും. അതോടൊപ്പം കേരളത്തിലെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ UDF പ്രവർത്തകരുടെ ആവേശമുയർത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MP. സ്വർണം കട്ടവനാരപ്പ എന്ന പാരഡി വരികൾ ചോദിച്ചുകൊണ്ടാണ് പത്തനംതിട്ടയിലെ പ്രസംഗം അദ്ദേഹം ആരംഭിച്ചത്. BJP LDF അവിശുദ്ധ കൂട്ടുകെട്ടിനെ രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒത്തുകളിക്കുകയാണെന്നും ആരോപിച്ചു. Swarnam Katatu Arappa. It's very interesting because from this line you can understand the truth of the election in Kerala. ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിന്റെ മൂഡ് എന്താണെന്ന് മനസ്സിലാകുമെന്നും അയ്യപ്പന്റെ സ്വർണം കവർന്ന് അവിടെ ചെമ്പ് കൊണ്ട് വെച്ചവരാണ് LDF നേതാക്കളെന്നും രാഹുൽ ആരോപിച്ചു. ഹൈന്ദവ വിശ്വാസങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മൗനം പാലിക്കുന്നത് CPMനെ രക്ഷിക്കാനാണെന്നും സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുന്നതിലൂടെ മോദിയുടെ താല്പര്യം ക്ഷേത്രങ്ങളല്ല മറിച്ച് ഇടത് മുന്നണിയുടെ നിലനിൽപ്പാണെന്നും കൂട്ടിച്ചേർത്തു. UDF അധികാരത്തിൽ വന്നാൽ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുമെന്നും കള്ളന്മാരെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരുമെന്നും രാഹുൽ ഉറപ്പു നൽകി. Steal from one of Kerala's biggest temples. When they steal the gold and replace it with brass, when they insult the temple, when nothing is done to the people who steal the gold, Narendra Modi keeps quiet. That he can control the LDF government because of corruption. BJPക്ക് കേരളത്തിൽ UDF വരുന്നത് തടയണം. കാരണം കോൺഗ്രസിനെയാണ് അവർ ഭയപ്പെടുന്നത്. CPMന് ദേശീയ തലത്തിൽ BJPയെ വെല്ലുവിളിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ മോദി കീഴടങ്ങിയതുപോലെ സാമ്പത്തിക അഴിമതികൾ ചൂണ്ടിക്കാട്ടി മോദി പിണറായി വിജയനെ നിയന്ത്രിക്കുകയാണ്. രാജ്യത്തെ അദാനിക്കും അംബാനിക്കും വിറ്റതുപോലെ കേരളത്തെയും ഈ കൂട്ടുകെട്ട് തകർക്കുകയാണെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. There are no interrogations of your chief minister taking place. There are no interrogations of his family members taking place. There is no pressure or attack on the chief minister of Kerala. Because both the LDF and the BJP are in partnership. There is the LDF
which is being helped by the hidden hand of the BJP. 10 വർഷത്തെ ഭരണത്തിലൂടെ കേരളത്തെ തകർച്ചയിലേക്ക് നയിച്ച LDFന് ഇപ്പോൾ ഇടതുപക്ഷ സ്വഭാവമില്ല. അവർ കുത്തകകളെ സഹായിക്കുന്ന BJP നയമാണ് സ്വീകരിക്കുന്നത്. റബ്ബർ കർഷകരുടെ കണ്ണീർ കാണാത്ത സർക്കാരിനെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്നും UDFന്റെ ഗ്യാരണ്ടികൾ കേരളത്തെ വീണ്ടെടുക്കുമെന്നും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പ്രസംഗം അവസാനിപ്പിച്ചത്. പത്തനംതിട്ടയിലും അടൂരിലും ആവേശോജ്വലമായ സ്വീകരണമാണ് UDF പ്രവർത്തകർ രാഹുലിന് ഒരുക്കിയിരുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇടതു സർക്കാർ തകർത്ത കേരളത്തിലെ ആരോഗ്യ മേഖലയെ പുനർജീവിപ്പിക്കും. സ്ത്രീകളുടെ ക്ഷേമമാണ് UDFന്റെ ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോട്ടയം ജില്ലയിൽ UDF തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനും TVK അധ്യക്ഷൻ വിജയും അടക്കമുള്ളവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്റ്റാലിൻ ചെന്നൈയിലെ കൊളത്തൂരിലാണ് പത്രിക സമർപ്പിച്ചത്. DMK വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തുമെന്ന് പിന്നീട് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി എത്തിയാണ് സ്റ്റാലിൻ പത്രിക സമർപ്പിച്ചത്. തുടർന്ന് റോഡ് ഷോയും നടന്നു. നടന് വിജയ് പെരുമ്പൂരിലാണ് പത്രിക സമർപ്പിച്ചത്. കനത്ത സുരക്ഷാ സന്നാഹത്തിലാണ് വിജയ് എത്തിയത്. ഏപ്രിൽ 23-നാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ്. FCRA ഭേദഗതി ക്രൈസ്തവ സഭകളെ ആശങ്കയിലാഴ്ത്തുന്നതെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സാമൂഹിക സേവനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് പുതിയ ഭേദഗതി. ഓർത്തഡോക്സ് സഭയുടെ 3 FCRA അക്കൗണ്ടുകൾ 2 വർഷമായി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിന് വ്യക്തമായ കാരണം സർക്കാർ പറയുന്നില്ല. ഈ കാര്യം മോദിയുമായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. ഭൂരിപക്ഷ സമുദായങ്ങളെയും ബാധിക്കുന്നതാണ് നിയമമെങ്കിലും കൂടുതൽ ബാധിക്കുക ന്യൂനപക്ഷങ്ങളെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും കാരണം പറഞ്ഞിട്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്തതിന് ശേഷം അതെല്ലാം ഏറ്റെടുക്കാനുള്ളതായിരിക്കുന്ന നിയമമുണ്ടാകുന്നു എന്ന് പറയുന്നത് സഭകൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതും മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും സാമൂഹിക സേവനങ്ങളെയും വളരെ ആശങ്കയിലാർത്തുന്നു. മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലാവും. FCRA ബിൽ ക്രൈസ്തവർക്ക് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത്. ബിൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല സന്നദ്ധ സംഘടനകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. FCRA വഴി പണം കിട്ടിയ സ്ഥാപനങ്ങളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള നിയമമാണിത്. നിരവധി ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുണ്ട്. ഇങ്ങനെയൊരു ബില്ലിന്റെ ആവശ്യമില്ലെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന FCRA ഭേദഗതി ബിൽ പ്രകാരം വിദേശ പണം സ്വീകരിക്കാൻ കഴിയുന്ന ഏക സംഘടന RSS ആണെന്ന് രാഹുൽ ഗാന്ധി. അദാനിയിൽ വഴി നരേന്ദ്രമോദിക്കും RSSനും നേരിട്ടും വിദേശ സഹായം സ്വീകരിക്കാം. ഇങ്ങനെ പ്രത്യേക നിയമം ഉണ്ടാക്കാൻ മാത്രം RSSന് എന്താണ് പ്രത്യേകതയുള്ളതെന്നും രാഹുൽ ഗാന്ധി കോട്ടയത്ത് ചോദിച്ചു. ഗൂഢലക്ഷ്യങ്ങളോടെയാണ് FCRA ബിൽ പാസാക്കിയതെന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമാക്കിയാണ് ഭേദഗതി കൊണ്ടുവരുന്നതെങ്കിലും മറ്റെല്ലാ വിഭാഗങ്ങളിലേക്കും ഇത് നീളും. ബില്ല് അടിയന്തരമായി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. FCRA ഭേദഗതി ന്യൂനപക്ഷ വേട്ടയല്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിദേശ സഹായം സ്വീകരിക്കുന്നതിനായി 16,000-ഓളം അപേക്ഷകളിൽ 3,000 എണ്ണം മാത്രമാണ് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുമുള്ളത്. ലൈസൻസ് റദ്ദാക്കുന്ന സ്ഥാപനങ്ങളോ ആരാധനാലയങ്ങളോ ഏറ്റെടുത്താൽ അവ നവീകരിച്ച് നടത്തിപ്പ് സന്നദ്ധതയുള്ളവരെ ഏൽപ്പിക്കും. നിയമപ്രകാരമുള്ള നടപടികളിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ടാക്കും. ക്രൈസ്തവ സഭകളെ അടക്കം ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ചർച്ചകൾ ഉയർന്നുവരുന്നത് നല്ലതാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ തള്ളി ഇറാൻ. US നിലപാടുകൾ അപ്രായോഗികവും യുക്തിരഹിതവുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ നിർദ്ദേശങ്ങൾ തള്ളിയത്. അതേസമയം ഹോർമോസ് കടലിടുക്ക് തുറന്നു നൽകിയില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കും ലബനനിലെ ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കും നേരെ ഇസ്രായേൽ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി. ഇറാൻ ഇസ്രായേൽ യുദ്ധം 1 മാസം പിന്നിടുമ്പോൾ GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങൾ തുടരുന്നു. കൃത്യതയുള്ള പ്രതിരോധ സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി ആക്രമണ ശ്രമങ്ങളെ ഭൂരിഭാഗവും തടയുന്നുണ്ട് അറബ് രാജ്യങ്ങൾ. സംഘർഷ സാഹചര്യം എത്രയും വേഗം അവസാനിച്ച് സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികളടക്കമുള്ള ഗൾഫ് നിവാസികൾ. യാതൊരു തരത്തിലും പങ്കാളിത്തമില്ലാത്ത ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് GCC രാജ്യങ്ങൾ വലിച്ചിഴക്കപ്പെട്ടിട്ട് 1 മാസം പൂർത്തിയായി. 1 മാസം പിന്നിടുമ്പോഴും GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്.
UAEക്ക് നേരെ 27 ഡ്രോണുകളും 11 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇന്ന് ഇറാൻ അയച്ചത്. യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28 മുതൽ ഇന്നുവരെ 1941 ഡ്രോണുകളും 425 ബാലിസ്റ്റിക് മിസൈലുകളും 15 ക്രൂയിസ് മിസൈലുകളും UAEയിലേക്ക് മാത്രം ഇറാൻ അയച്ചു. ഇവയിൽ ഭൂരിഭാഗവും UAEയുടെ കൃത്യതയാർന്ന പ്രതിരോധ സംവിധാനം തകർത്തു. 2 സൈനികരും ഇന്ത്യക്കാരും ഉൾപ്പെടെ 11 പേർക്കാണ് UAEയിൽ ജീവൻ നഷ്ടമായത്. 178 പേർക്ക് ഇറാൻ ആക്രമണ ശ്രമങ്ങളുടെ ഭാഗമായി പരിക്കേറ്റു. സിവിലിയൻ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണ ശ്രമങ്ങളെ GCC രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അപലപിച്ചു. സൂക്ഷ്മതയോടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഉള്ളതിനാൽ ഗൾഫ് രാജ്യങ്ങളിൽ സാധാരണ ജനജീവിതത്തെ യുദ്ധം കാര്യമായി ബാധിച്ചിട്ടില്ല. ചർച്ചകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും യുദ്ധം എത്രയും വേഗം അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. കുവൈറ്റ് വ്യോമപരിധിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 14 ബാലസ്റ്റിക് മിസൈലുകളും 12 ഡ്രോണുകളും നിരീക്ഷിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് സായുധ സേന ക്യാമ്പിന് നേരെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ 10 സൈനികർക്ക് പരിക്കേറ്റു. ഇവർക്ക് ആവശ്യമായ ചികിത്സകൾ നൽകി വരികയാണ്. സംഭവത്തിൽ ഭൗതിക വസ്തുക്കളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിക്കുന്നു. ഇതിനു പുറമെ ഒരു സ്വകാര്യ ലോജിസ്റ്റിക് കമ്പനിയുടെ ഗോഡൌണുകളും ലക്ഷ്യമാക്കി ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ മാത്രമാണ് നേരിട്ടതെന്നും ആളപായമില്ലെന്നും പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. കുവൈറ്റിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തമിഴ്നാട് സ്വദേശി സന്താനം സെൽവത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ത്യൻ സ്ഥാനപതി പരിമിത ത്രിപാഠിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് കുവൈറ്റ് സെൻട്രൽ മോർച്ചറി സന്ദർശിച്ച സ്ഥാനപതി കുവൈറ്റ് ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ അബ്ദുൾ റഹീം അൽ അവാദിയുമായും സ്ഥാനപതി കൂടിക്കാഴ്ച നടത്തി. മരണവിവരം റിപ്പോർട്ട് ചെയ്തത് മുതൽ മൃതദേഹം തിരിച്ചറിയുന്നതിനും മറ്റ് നിയമ നടപടികൾക്കുമായി കുവൈറ്റ് അധികൃതർ നൽകുന്ന അതിവേഗത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും സ്ഥാനപതി നന്ദി അറിയിച്ചു. മരിച്ച തൊഴിലാളിയുടെ കുടുംബവുമായി എംബസി അധികൃതർ നേരിട്ട് ബന്ധപ്പെടുകയും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം, സുരക്ഷാ ഏജൻസികൾ എന്നിവരുമായും നിരന്തരം ഏകോപനം നടത്തിവരികയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എംബസി അധികൃതർ അറിയിച്ചു. ഇന്ന് പുലർച്ചെ ഷുബൈബ ജലശുദ്ധീകരണ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിലാണ് തമിഴ്നാട് രാമനാഥപുരം ജില്ലയിലെ മുത്തുകുളത്തൂർ സ്വദേശിയായ സെൽവം കൊല്ലപ്പെട്ടത്. 40 വയസ്സായിരുന്നു. കുവൈറ്റിൽ നിന്നുമുള്ള വിമാനയാത്രക്കാർ നേരിടുന്ന യാത്രാ പ്രതിസന്ധിക്ക് ആശ്വാസമേകി രാജ്യത്തെ സാംസ്കാരിക സംഘടനയായ ഭാരതീയ പ്രവാസി പരിഷത്ത് അടിയന്തരമായി നാട്ടിലെത്തിക്കേണ്ട പ്രവാസികൾക്കായി സംഘടന ഒരുക്കിയ പ്രത്യേക വിമാന സർവീസിലെ ആദ്യ യാത്രാസംഘം കുവൈറ്റിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. ഇൻഡിഗോ എയർലൈൻസുമായി സഹകരിച്ച് സൗദി അറേബ്യ വഴിയാണ് യാത്ര ക്രമീകരിച്ചത്. ടിക്കറ്റ് നിരക്കിലെ അനിയന്ത്രിതമായ വർധനവും വിമാനങ്ങളുടെ ലഭ്യതക്കുറവും കാരണം ദുരിതത്തിലായ സാധാരണ പ്രവാസികൾക്ക് കൈത്താങ്ങാവുകയാണ് ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റ്. സംഘടനയുടെ സജീവമായ ഇടപെടലിനെ തുടർന്ന് അടിയന്തര ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് പോകേണ്ടവരുമായാണ് വിമാനം കുവൈറ്റിൽ നിന്നും പുറപ്പെട്ടത്. ഇൻഡിഗോ എയർലൈൻസുമായി സഹകരിച്ചാണ് ഈ പ്രത്യേക യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കുവൈറ്റിലെ നിലവിലെ യാത്രാ പ്രശ്നങ്ങൾ പരിഗണിച്ച് സൗദി അറേബ്യ വഴി ട്രാൻസിറ്റ് വിസയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഭാരതീയ പ്രവാസി പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇൻഡിഗോ എയർലൈനുമായി സഹകരിച്ചുകൊണ്ട് പോകുന്ന ആദ്യത്തെ പാസഞ്ചേഴ്സാണ് ഇപ്പോൾ ഇവിടെ നിന്നും യാത്ര ഇരിക്കുന്നത്. വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത പാസഞ്ചേഴ്സിൻ്റെ ഇതാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം 20ഓളം പേര് ഇന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ബാച്ച് ആൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനായി ഇന്ത്യൻ എംബസിയുടെ സജീവമായ ഇടപെടലിലൂടെ യാത്രാനുമതിയും ട്രാൻസിറ്റ് വിസയും ലഭ്യമാക്കിയിരുന്നു. ചികിത്സാ ആവശ്യങ്ങൾക്കും മറ്റ് അടിയന്തര സാഹചര്യങ്ങൾക്കുമായി നാട്ടിലെത്തേണ്ട 20ഓളം പേരാണ് ആദ്യ സംഘത്തിലുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഭാരതീയ പ്രവാസി പരിഷത്ത് അറിയിച്ചു. അമിതമായ വിമാന നിരക്കും ടിക്കറ്റ് ലഭ്യതക്കുറവും കാരണം ദുരിതത്തിലായ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഈ ഇടപെടൽ വലിയ ആശ്വാസമായി. അടിയന്തര ഘട്ടങ്ങളിൽ പ്രവാസികൾക്ക് താങ്ങായി മാറുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പ്രവാസി സമൂഹത്തിന് വലിയ ആശ്വാസമാവുകയാണ്. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. ഭാഷാശ്രീ സാംസ്കാരിക മാസികയുടെ ഈ വർഷത്തെ ഭാഷാശ്രീ അവാർഡുകൾ പ്രഖ്യാപിച്ചു. കവിതാ വിഭാഗത്തിൽ സൗദി ജുബലയിൽ പ്രവാസിയായ ടോണി എം ആന്റണിക്കാണ് അംഗീകാരം. സാഹിത്യത്തിലെ പല വിഭാഗങ്ങളിലുമുള്ള കൃതികൾക്കാണ് എല്ലാ വർഷവും ഈ അവാർഡ് നൽകി വരുന്നത്. അവരെന്ത് കരുതുമെന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹമായത്.
കേളി കലാ സാംസ്കാരിക വേദി ദവാത്മി ഏരിയ EMS AKG അനുസ്മരണവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സംഘടിപ്പിച്ചു. ഷാജി പ്ലാവിലയിൽ അധ്യക്ഷത വഹിച്ച പരിപാടി ചന്ദ്രൻ തിരുവത്ത് ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ അനുസ്മരണ കുറിപ്പും അവതരിപ്പിച്ചു. നസീർ മുള്ളൂർക്കര, റഫീഖ് പാലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആധുനിക കേരള രൂപീകരണത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ചയാളാണ് EMS-ഉം AKG-യും എന്ന് സംസാരിച്ചവർ പറഞ്ഞു. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിലൂടെ സർവ്വതല സ്പർശിയായ വികസനം കേരളത്തിന് കൈവരിക്കാനായി എന്നും തുടർച്ച വേണമെന്നും സംസാരിച്ചവർ വ്യക്തമാക്കി. ദമാമിലെ നഗരങ്ങളിലെ ഗതാഗത തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും വാഹനങ്ങളുടെ സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കുന്നതിനുമായി പുതിയ പരിഷ്കാരവുമായി ദമാം മുനിസിപ്പാലിറ്റി. ഇതിന്റെ ഭാഗമായി തിരക്കേറിയ ചില ജംഗ്ഷനുകളിൽ നിന്നും ട്രാഫിക് സിഗ്നലുകൾ നീക്കം ചെയ്തുകൊണ്ടുള്ള പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് ഞായറാഴ്ച തുടക്കമായി. ഗൾഫ് മണ്ണിൽ രാഷ്ട്രീയ ചൂടുയർത്തി UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തക കൺവെൻഷൻ ആവേശ തരംഗം. വിവിധ ജില്ലകളിൽ നിന്നുമായി 100 കണക്കിന് KMCC, OICC പ്രവർത്തകരും അനുഭാവികളും പങ്കെടുത്ത റിയാദ് സമ്മേളനം പ്രവാസി മലയാളികളുടെ രാഷ്ട്രീയ മനോഭാവം തുറന്നുകാട്ടുന്ന വേദിയായി. പരിപാടി KMCC പ്രസിഡന്റ് CP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. OICC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സുരേഷ് ശങ്കർ ആമുഖ പ്രസംഗം നടത്തി. UP മുസ്തഫ, റഷീദ് കൊളത്തറ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ഓൺലൈനായി PK കുഞ്ഞാലിക്കുട്ടി, മുഹമ്മദ് ഷിയാസ് തുടങ്ങിയവർ ആശംസ അറിയിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് യോഗത്തിൽ ഉയർന്നു വന്നത്. ഭരണപരമായ അനാസ്ഥയും കോവിഡ് മഹാമാരിക്കാലത്ത് പ്രവാസികൾ നേരിട്ട ദുരിതങ്ങളും പ്രധാന ചർച്ചാ വിഷയമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.